ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ടു ആൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ലീന. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആറ്റിങ്ങൽ ചെമ്പൂരാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇന്ന് കമ്പനിയുടെ DSM റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് സൂം എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പം എന്തെങ്കിലും ടെക്നിക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം തീരുന്നത് വരെ നിങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും നാം വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിൽ ഇരിക്കുന്നവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയവരാണ് നമ്മൾ എല്ലാവരും അല്ലേ? എല്ലാവരും. അപ്പൊ ഇത് എന്താണ്, ഇതിനെ കുറിച്ച് ഒന്ന് പറയുന്നതിന് വേണ്ടി, അതായത് ഒരു അധിക വരുമാനമോ ഒരു ജോലിയോ ആഗ്രഹിച്ച് വന്നവരായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഈ മേഖലയെ കുറിച്ച് നമ്മളിലേക്ക് എത്തിക്കാനും ഇതിൽ നിന്ന് എങ്ങനെ അധിക വരുമാനം എടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തരാനായിട്ട് ഒരു ലീഡർ അവൈലബിൾ ആണ്. ആ ലീഡറിനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 16 വർഷക്കാലം ദുബൈയിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കവേ 5 ലക്ഷം രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കവേ ഈ ഒരു അവസരത്തെ കുറിച്ച് കേൾക്കുകയും അത് പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുത്തു ഈ ഒരു കമ്പനിയുടെ സാധ്യത മനസ്സിലാക്കി, ഫിജി കാർണുള്ള സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കി നെഞ്ചോട് ഏറ്റെടുത്ത് എന്ന് പ്രവർത്തിച്ചുകൊണ്ട് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന കനകൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടിയും ഒപ്പം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ഹായ്, ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ആം ഐ ഓഡിബിൾ? ഓക്കെ സാർ, ഓക്കെ, ഓഡിബിൾ. താങ്ക് യു. നല്ല നല്ല സന്തോഷമുള്ള മുഖങ്ങളെല്ലാം കാണുന്നുണ്ട്. മാഡം വിളിച്ചൊരു വലിയ സന്തോഷം. ഫിജിക്കാരൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ നമുക്ക് കേൾക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ട് സാർ. കാണാമല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ. എല്ലാവരും വലിയൊരു ആകാംക്ഷയിൽ, എനിക്ക് തോന്നുന്നു, എന്താ പറയുക, ബിസിനസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വീക്ക്ലി പ്രോഗ്രാം എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന വ്യക്തികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്തെന്നാ പറയുക? കാശുണ്ടാക്കാനാ പറയും അല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ 95% കാര്യങ്ങൾക്കും ഇന്ന് സാമ്പത്തികം കൂടിയേ തീരൂ. ശരിയാണോ അല്ലയോ? അവിടെ സാമ്പത്തികത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, വായു, ജലം എന്ന് പറയുന്ന ഇന്നത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബേസിക് നീഡ്സിൽ പോലും ഇന്ന് ഫ്രീ ആയി കിട്ടുന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വായു മാത്രമേ ഉള്ളൂ. അതിനി എത്രണ്ട് കാലം എന്ന് അറിയില്ല. പല സ്ഥലങ്ങളിലും പല രാജ്യത്തും ഇന്ന് വായു വേണമെങ്കിൽ പോലും അതിന് എന്ത് വേണം? കാശ് കൊടുക്കേണ്ട സിറ്റുവേഷനിലേക്കായി. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അത് മാത്രമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. സത്യമല്ലേ? കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരൊറ്റ കാരണം ജീവിതം ഒന്ന് ആസ്വദിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഇന്ന് കാശ് കൂടിയേ തീരൂ. കറക്റ്റാണോ? എവിടെയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കുന്ന മേഖലകൾ എന്താണെന്ന് നമ്മൾ തിരഞ്ഞു പോയാൽ, ഞാൻ എൻ്റെ അനുഭവം കേട്ടോ പറയണേ, അവിടെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചുറ്റുപാട് നോക്കിയപ്പോൾ കണ്ട വ്യക്തികൾ നോക്കിക്കഴിഞ്ഞാൽ. ഒന്നില്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. കറക്റ്റാണോ അല്ലയോ? പലപ്പോഴും നമ്മളൊക്കെ, ഞാനൊരു 16 വർഷം, നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു 16 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ്. ജോലി തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പക്ഷേ അവിടെയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തായിരുന്നു എന്നറിയോ? നമുക്ക് ജോലി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളും ബിസിനസ് ചെയ്യുന്നവരാ.
നമുക്കും അറിയാം ബിസിനസ് ചെയ്താൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പറ്റുന്നു നമുക്കറിയാം. പക്ഷെ നമ്മളൊക്കെ അതിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് നമ്മൾ പിന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ശരിയാണോ അല്ലയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്കാരൻ നിന്നുകൊണ്ട് ഒരു ബിസിനസ്സുകാരനിലേക്ക് മാറാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനേക്കാളും ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ, തുടങ്ങുന്നതിന് മുമ്പ് പൊട്ടിപ്പോകുന്ന നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്. കാരണം ഫിയർ ഓഫ് ലോസ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം. കാരണം നമുക്കത് ചെയ്ത് പരിചയമില്ല. ഈ ഒരു ബിസിനസ് ചെയ്താൽ സാമ്പത്തികമായിട്ട് മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും ഫിയർ ഓഫ് ലോസും ആണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളിലെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ സാമ്പത്തിക വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് FijiCard.com എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കമ്പനി. ഈ ഒരു പ്ലാൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമായിരുന്നു FijiCard.com. നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളെയൊക്കെ ഒരു ബിസിനസ്സുകാരൻ ആവണം എന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ കാരണങ്ങൾ എടുത്താൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഫിയർ ഓഫ് ലോസും ആണെങ്കിൽ ആ കാരണങ്ങളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് സാമ്പത്തിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് FijiCard.com, ഫിജികാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം കമ്പനി. എന്താണ് ഈ കമ്പനിയുടെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. എന്താണ് കമ്പനി, എന്താണ് കമ്പനിയുടെ പ്രോഡക്റ്റ്, ഇതിൽ നിന്നാൽ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാവുമോ, ഈ 3 കാര്യങ്ങളല്ലേ നമുക്ക് അറിയണ്ടേ. അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് തിരഞ്ഞെടുക്കണമെങ്കിലും കാലഘട്ടത്തിന് യോജിച്ച ബിസിനസ് തിരഞ്ഞെടുത്തിട്ടേ കാര്യമുള്ളൂ. ശരിയാണോ അല്ലയോ? കാരണം വേറൊന്നും കൊണ്ടല്ല പറയണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2000-2001 കാലഘട്ടത്തിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ നാട്ടിൽ ഞാനൊരു STD ISD ബൂത്ത് നടത്തിയായിരുന്നു. ഡെയിലി ഒരു 200-300 രൂപ അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു. ആ ബിസിനസ്സാണ്, നല്ല ബിസിനസ്സാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ വന്നിട്ട് ആ ബിസിനസ് നാട്ടിൽ ചെയ്താൽ ഗുണം കിട്ടുമോ? കാരണം എന്താ, കാലഘട്ടം മാറി ഇല്ലേ. ഇന്ന് ട്രെൻഡിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കണം. എന്തിനു പറയുന്നു സുഹൃത്തുക്കളെ, നമ്മളൊരു 4 പേര് ചേർന്നിട്ട് പറയുക ഒരു പെട്രോൾ പമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്യൂൽ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് വരണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 10 വട്ടം ആലോചിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലോകം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ലോകം മാറി തുടങ്ങി. ശരിയാണോ അല്ലയോ? അപ്പോൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ട്രെൻഡിനനുസരിച്ചുള്ള ബിസിനസ്സുകളായിരിക്കും ഇനി ലോകം കീഴടക്കി കൊണ്ടുവരിക. ശരിയാണോ അല്ലയോ? അങ്ങനെയുള്ള ട്രെൻഡിനനുസരിച്ച് ടെക്നോളജിനെ എനേബിൾ ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോജക്റ്റാണ് FijiCard.com. ഇ കൊമേഴ്സും ഡയറക്റ്റ് സെല്ലിങ്ങും റെഫറൽ മാർക്കറ്റിങ്ങും ഹെൽത്ത് ആൻഡ് വെൽനെസ്സും എല്ലാം കൂടിയും ക്ലബ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. നമ്മുടെ FijiCard ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? FijiCard ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അറിയാത്തവരാരും ഇല്ല ഇല്ലേ. ഇന്ന് ലോകത്തെ നമ്പർ 1 കോടീശ്വരനെ സൃഷ്ടിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ Amazon.com എന്ന് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കാരണം ഇന്ന് ലോകം ഒരു വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന പോലെ. പണ്ടൊക്കെ എയർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇന്ന് ഒരു ട്രാവൽസിൽ പോയിരുന്നെങ്കിൽ ഇന്ന് വീട്ടിലിരുന്നു കൊണ്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണേ. സ്വന്തമായിട്ടൊരു ഹോട്ടൽ പോലും ഇല്ലാതെ ഇന്ന് എന്താ പറയുക, സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ പോയിന്റ് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ മാസം ദീപാവലി കഴിഞ്ഞു, നമുക്കൊക്കെ അറിയാം അല്ലേ. ദീപാവലിയുടെ ഒരു സെയിൽ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ, ചെബോഗ്. ദീപാവലി സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സെയിൽ വന്നതിൽ 2 ദിവസം 48 മണിക്കൂറിൻ്റെ ഫ്ലാഷ് സെയിൽ നടന്നതിൽ 22,000 കോടി ടേൺ ഓവർ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം ഓൺലൈൻ ഷോപ്പിൽ സൃഷ്ടിച്ചേ. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ തെളിവ് നമ്മുടെ മുന്നിൽ വേണ്ട അല്ലേ. അതേപോലെ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. ഇന്ന് ഈ ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് മോഡലിനെ കുറിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹവാർഡ് യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂളിലടക്കം ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ ഒരു പാഠ്യ വിഷയമാണ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് പ്ലാൻ. ഇനി ഏതൊരു കമ്പനിയുടെയും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് ഈ കമ്പനിക്ക് എന്തുമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു 8 വർഷം മുന്നെയാണ്.
ഫിജിക്ക.com എന്ന് പറഞ്ഞ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്ന് വെച്ചിട്ടാണ്. ദുബായിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിലോ ജോലി ചെയ്യണമെങ്കിലോ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഒരു നിയമപരമായിട്ടുള്ള കുറേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഫിജിക്ക.com ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും മിനിസ്ട്രി ഓഫ് എക്കണോമിക് ഡയറക്ടർ ജനറൽ അഫയേഴ്സിൻ്റെ അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി 2018 ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ന് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട്. ഞാൻ വേറൊന്നും കൂടിയും പറയാം, ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും മാതാപിതാ ഗുരു ദൈവം എന്നാ പണ്ട് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഒറ്റ കാര്യം മാറി, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാ. എന്തിനെക്കുറിച്ചും സംശയം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗൂഗിളിനോടാ സെർച്ച് ചെയ്യണേ. ശരിയാണോ അല്ലയോ? അപ്പോൾ നിയമപരമായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ ഒരു ബിസിനസ് മോഡൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2018 വന്ന ന്യൂസ് പേപ്പർ ആഡുകളാണ്. ഇവിടെ നോക്കിയ ഫിജിക്ക.com ഇന്ത്യയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇന്ന് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇതാണ് നമ്മുടെയൊക്കെ മാനേജ്മെൻറ്റ്. ഫിജിക്ക.comൽ എന്നെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിജയിച്ച വ്യക്തികളുടെ കൂടെ ചേർന്ന് നിന്നാൽ നമുക്കും വിജയിക്കാനുള്ളൊരു അവസരമുണ്ട്. ശരിയാണോ അല്ലയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ബോബി ചെമ്മൺ എന്ന് പറഞ്ഞ വ്യക്തി 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള 17ഓളം വേർട്ടിക്കൽ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രനറാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, അല്ലേ? അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ നമുക്ക് വിജയിക്കാനുള്ളൊരു അവസരമുണ്ട്. ഫിജിക്കാർട്ടിൻ്റെ ചെയർമാൻ നമ്മളെല്ലാം ഹോണറബിൾ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് ഈ കമ്പനീനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഇതിനേക്കാളും കൂടുതലൊരു ക്രെഡിബിലിറ്റി നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ അറിയോ, നമ്മൾക്ക് ടാറ്റയിലും അല്ലെങ്കിൽ ലുലുവിലൊക്കെ നമുക്കൊരു ഒരു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 വട്ടം ആലോചിക്കില്ല. കാരണം എന്തുകൊണ്ടാ, ദേ ആർ ഓൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. അതേപോലെ 100 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനീനെ കുറിച്ച് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച ആളുടെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു എന്നുള്ളതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പി അതിനെ ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് പ്ലഗ് ചെയ്തതാണ് ഫിജിക്കാർട്ടിൻ്റെ വിഷൻ ആൻഡ് മിഷനിൽ എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ ലോജിസ്റ്റിക്കും നമ്മളെ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെയും നമ്മളെ എന്താ പറയുക ലോജിസ്റ്റിക്കിനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഈ കമ്പനി എത്രമാത്രം വിഷനും മിഷനോട് കൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റോറിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഫോട്ടോസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ട്സ് ഇവിടെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു ഇല്ലേ, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ഫിജിക്കാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോൾ 5 പ്രൊഡക്റ്റ് ഉള്ളൊരു കമ്പനിയായിട്ടാണ് ഈ ഫിജിക്കാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. വെറും 5 പ്രൊഡക്റ്റ്. പക്ഷെ 5 പ്രൊഡക്റ്റ് ഉള്ളൊരു കമ്പനി ഇന്ന് 5000 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 50 പ്രൊഡക്റ്റിലേക്ക് നാളെ കമ്പനി എത്തും എന്നുള്ള എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനി, നമുക്ക് ക്രെഡിബിലിറ്റി ഉള്ളൊരു മാനേജ്മെൻറ്റ്, അതിനേക്കാളും ഈ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോളജീനെ എനേബിൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്റ്റുകളും, ഇല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 50 മുതൽ 60% പ്രൊഡക്റ്റുകളും ഇന്ന് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. പല ബ്രാൻഡുകളുണ്ട്, ആര്യസൂക്ത, ഫിജി ഗ്രീൻ, ടിവോനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇന്ന് കമ്പനിയുടെ രീതിയിലേക്ക് ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊന്ന് സംസാരിച്ചാലോ? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊക്കെ ഈ ബിസിനസ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയിൽ ഏറ്റവും വലിയൊരു സാധ്യത എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ 8 വർഷത്തിൻ്റെ അനുഭവം. 8 വർഷത്തിൻ്റെ അനുഭവത്തിൽ ഈ കമ്പനീനെ കുറിച്ച് മാത്രം എന്താ പറയുക പ്ലാൻ ചെയ്തുകൊണ്ട് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ കരിയർ മാറ്റി വെച്ച് ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ 1000 കാര്യങ്ങൾ അല്ലെങ്കിൽ 1000 തീരുമാനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആലോചിച്ചിട്ടുണ്ടാവും. ശരിയാണോ അല്ലയോ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനെ സൃഷ്ടിച്ച Amazon.com അല്ലെങ്കിൽ സ്നാപ്ഡീൽ, ചെബോഗ് എന്നൊക്കെ പറയുന്ന പോലെ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തുടങ്ങാൻ പറ്റുന്ന ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല.
റീസൺ എന്തുകൊണ്ടാണെന്നറിയോ? കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, ചെയ്ത് പരിചയം വേണം, അത് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഫിജിക്ക.com എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിയുടെ പാർട്ടാവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുക, നമ്മുടെ പാൻ കാർഡ് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഷോപ്പ് ഇൻസൈഡ് എ ഷോപ്പ് എന്ന് പറയുന്ന ഒരു റെപ്ലിക്കേറ്റഡ് വെബ് പോർട്ടൽ നമുക്കും സ്വന്തമാക്കാം. ഫിജിക്ക.com എന്ന് പറയുന്ന ഈ ഓൺലൈൻ ഷോപ്പിയുടെ റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ പേരിൽ നമുക്കൊരു ഓൺലൈൻ ഷോപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതിൽ നമുക്കറിയണ്ടേ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഡയറക്റ്റ് സെല്ലേഴ്സിന്റെ എഗ്രിമെന്റ് ആണ്. ഇത് വായിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സൈൻ അപ്പ് ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം? ഓൺലൈൻ വഴിയും ഫിസിക്കലായിട്ട് നമുക്ക് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാശ് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ നാട്ടിലൊരു ഓൺലൈൻ ഷോപ്പ് പോട്ടെ, ഒരു സാധാരണ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കോഴിക്കോട് ബീച്ചിൽ ഒരു ഉന്തുവണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ ഇന്ന് കോർപ്പറേഷനിൽ കെട്ടിവെക്കേണ്ട എമൗണ്ട് എത്രയാണെന്നറിയോ? 1,00,000 രൂപയാണ്. നമ്മളെ നാട്ടിൽ പോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ നാട്ടിലൊരു ചെറിയ കട റൂം എടുത്തു, ആ കട റൂമിന് ഒരു വാടക പോലും എന്നൊരു 5,000 രൂപ മിനിമം ഇല്ലാതെ നമുക്കൊന്ന് തുടങ്ങാൻ പറ്റുമോ? അതിന് ഡെപ്പോസിറ്റ് അടക്കം മിനിമം ഒരു 50,000 മുതൽ 60,000 രൂപ അത് തന്നെയായി. സാറേ, ബേസിക് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങൾ മുടക്കി നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് പോർട്ടലിലൂടെ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടുന്ന ബിസിനസിന്റെ പേരാ സാറേ ഫിജിക്കാർട്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു അറിയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ 7 വർഷം അല്ലെങ്കിൽ 8 വർഷത്തിൽ എൻ്റെ ഒരു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഫുൾ ടൈം കരിയറായിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തായെന്ന് അറിയോ? ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് എന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എന്നെ അപ്ലിഫ്റ്റ് ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ പേരാ ഫിജിക്കാർട്ട്. ആ ബിസിനസ്സിലൂടെ നമുക്ക് എന്തൊക്കെ രീതിയിൽ വരുമാനം നേടാം, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണേ. കാശിനല്ലേ ഏറ്റവും പ്രധാനം. ഇവിടെ പൈസ എങ്ങനെ തരണോ എന്നുള്ളതാ പലരുടെയും പ്രശ്നം. ഇവിടെ നിങ്ങളൊരു സുഹൃത്ത് നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ടാവും. വിളിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഞാൻ ഈ വന്നിട്ട് ഈ ബിസിനസ്സിൽ ഇതുപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണോ, ഇതിൽ ഞാൻ ജോയിൻ ചെയ്യണോ, ഇതിൽ ഞാൻ ചേരണോ? ഇങ്ങനെയുള്ളൊരു പരിപാടിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ 100% നിങ്ങൾ മാത്രം ഡിസിഷനാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു എക്സാമ്പിൾ ഒന്ന് എടുത്തു നോക്കിയേ. ഒരു 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 10 രൂപ വില വരുന്ന ഒരു പേന, ആ 10 രൂപ വില വരുന്ന ഒരു പേന നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരെ മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയിട്ടാണോ ആ പേന വാങ്ങുന്നത്? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പീടികയിൽ പോയിട്ടായിരിക്കും നമ്മൾ ആ പേന വാങ്ങിച്ചിട്ടുണ്ടാവുക. ആ പേന മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ CNF ഉണ്ട്, അതിൻ്റെ ഇടയിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ട് എന്ന് വേണ്ട ഒരുപാട് ഇടനിലക്കാരും ഉണ്ട്, അതിൻ്റെ ഇടയിൽ പരസ്യക്കാരും ഉണ്ട്. ശരിയാണോ അല്ലയോ സാർ? ആ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ വരുമാനം നേടുന്നവർ. അവരാണ് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്നവർ. ആസ് എ കസ്റ്റമർ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത പൈസയ്ക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് കിട്ടി നമ്മളൊരു കസ്റ്റമർ ആയി എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഇതിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരായിരിക്കും അതിലൂടെ വരുമാനം നേടിയിട്ടുണ്ടാവുക. ശരിയാണോ അല്ലയോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത്? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പരസ്യമുണ്ട്, എൻ്റെ മേനിയഴകിൻ്റെ രഹസ്യം ലെക്സ് സോപ്പാ. ആരാ പറഞ്ഞേ? അല്ലേ, ഐശ്വര്യ റോയ പറഞ്ഞ. നമ്മളൊക്കെ ആ ലെക്സിന്റെ സോപ്പ് മേടിച്ചിട്ട് കുളിച്ചു. നമ്മൾ ഐശ്വര്യ റോയ ആയൊന്നുമില്ല. ഐശ്വര്യ റോയ് പണ്ടേ സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപയായിരിക്കും അവർ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ടുണ്ടാവുക. സാറേ, നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടനിലക്കാർക്കും പരസ്യങ്ങൾക്കും കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനി നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന നമുക്ക് തന്നെ തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ചു എന്നുള്ളതാ ഇന്ന് ഈ കമ്പനിയുടെ ഈ റാങ്കിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയണേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാമ്പത്തികത്തിന് സാമ്പത്തികം തന്നെ വേണം, പക്ഷെ കാശുണ്ടാക്കാനുള്ള വഴി പറഞ്ഞാൽ ഒരാൾക്കും പറഞ്ഞു തരാനില്ല. ശരിയാണോ അല്ലയോ? അവിടെയാണ് സാമ്പത്തിക വിപ്ലവം കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ കൂടുതലായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പ്രൊജക്റ്റിൽ നമുക്ക് എന്ത് ഗുണം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലാഭത്തിൻ്റെ 70% ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ബ്രാൻഡ് ചെയ്യുന്ന, ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഓരോരുത്തർക്കും തിരിച്ചു കൊടുക്കുന്നു. കമ്മീഷനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പ്രൊമോഷണൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ കമ്പനി കൊടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ശരിയല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കമ്പനീനെ എങ്ങനെയൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുമാനം കിട്ടും എന്നുള്ളതാണ്. അല്ല, ആദ്യത്തെ വരുമാനം റീറ്റെയിൽ കമ്മീഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ബോണസ് ഉണ്ട്, ജനറേഷൻ ബോണസ് ഉണ്ട്, മന്ത്ലി ബെനിഫിറ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ആനുവൽ പ്രോഫിറ്റ് ഉണ്ട്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. ഇതെല്ലാം കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ ഉള്ളതിനുള്ളൊരു കൺഫ്യൂഷൻ നമുക്കിപ്പോൾ തീർക്കാം. ഈ കമ്പനിയുടെ ഈ ഇത്രയധികം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും പറഞ്ഞു ഇല്ലേ? അത് തന്നെയല്ലേ കച്ചവടം എന്ന് പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും പുതിയതായിട്ട് വന്ന പല വ്യക്തികളുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്തുട്ടാ കച്ചവടം എന്ന് ചോദിക്കുന്നുണ്ടാവും ഇല്ലേ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ സാറേ? നമ്മളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കുകയും MRPയിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതം, അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുക. ആണോ അല്ലയോ? സത്യമല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ഒരു മെമ്പറായിട്ട് വരുന്ന വ്യക്തിക്ക്, കമ്പനിയുടെ ഒരു അഫിലിയേറ്റ് ആയിട്ട് വരുന്ന വ്യക്തിക്ക്, കമ്പനിയുടെ ഒരു ഫിസിക്കൽ പാർട്ട്ണർ സ്റ്റോർ അല്ലെങ്കിൽ ഡിജിറ്റൽ പാർട്ട്ണർ സ്റ്റോർ എടുത്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ലൈഫ് ലോങ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അവകാശമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. നമ്മളൊക്കെ കടയിൽ ചെന്നിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ MRPയിലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. ആണോ അല്ലയോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ആലോചിക്കുക, സ്ഥിരമായി നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കടയിൽ പോലും 10, 20, 25 വർഷമായിട്ട് നമ്മൾ സാധനങ്ങൾ സ്ഥിരമായി വാങ്ങിക്കുന്ന കടയിൽ പോലും ഒരു 50 പൈസ ബാക്കി കൊടുക്കാണ്ടെങ്കിൽ പോലും കടക്കാരൻ ഇന്ന് വരെയും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കണേന്നറിയോ? അടുത്ത പ്രാവശ്യം തന്നാൽ മതി എന്നാ പറയണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് നമ്മൾ ഒന്ന് മാറ്റി വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയി കിട്ടിയ ബിസിനസ്സിൻ്റെ പേരാ സാറേ ഫിജിക്കാട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ഉൽപ്പന്നങ്ങളും നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങുവാനും വിൽക്കുവാനും പറ്റും. അതിൽ ആദ്യത്തെ വരുമാനം റീറ്റെയിൽ കമ്മീഷൻ എന്ന് പറയാം. റീറ്റെയിൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്കറിയാം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്താണെന്നറിയാം. അതിനു മുന്നേ നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, കുറേ പ്രൊഡക്റ്റുകൾ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കമ്പനി ഏകദേശം ഒരു 1000-ഓളം വരുന്ന ബ്രാൻഡുകൾ കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലീനിങ് പ്രോഡക്റ്റുകളുണ്ട്, അപ്പച്ചട്ടിയുണ്ട്, പൊട്ടുകുറ്റിയുണ്ട്, എന്ന് വേണ്ട ഒരു ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 50 മുതൽ 60% പ്രോഡക്റ്റും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ബ്രാൻഡ് മുഴുവൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെ നാട്ടിലെ ഒരു ഈസ്റ്റേൺ കറി മസാല പൗഡറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിന് മാത്രം ആ കമ്പനി മേടിക്കുന്ന പൈസ എത്രയെന്നറിയോ? 20 ലക്ഷം രൂപയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം, ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. അവർ പറയുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത വണ്ടിയിൽ ചെയ്യുമ്പോൾ പോലും സാധനങ്ങൾ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എന്താ പറയുന്നറിയോ? വെച്ചിട്ട് പോയിക്കോ, വിറ്റിട്ട് കാശ് തരാമെന്നാണ് പറയുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ഏത് പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് പറയാം. ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ കമ്പനിയുടെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ചുമ്മാ ചോദിച്ചോടാ വീടിൻ്റെ പാല് കാച്ചാന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാൻ ചോദിച്ചു പാല് കാച്ചി ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, പാല് കാച്ചതിന് മുമ്പ് പെയിൻ്റ് അടിക്കണ്ടേ? നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ടിവോനോ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. 7 വർഷം വാറൻറ്റി ഉള്ള ഒരു പെയിൻറ്റാണ്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റെപ്ലിക്കേറ്റഡ് വെബ്സൈറ്റ് ഞാൻ ആ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേരിലൊരു ഷോപ്പ് ലിങ്ക് കിട്ടില്ലേ? ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞു. ഞാനത് പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത്, ഞാൻ സ്കോട്ട്ലാൻഡിലുള്ള, ഞാൻ UK ആ സമയത്ത് ഞാനത് പറഞ്ഞു, ഞാനത് മറന്നുപോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടാ അളിയ, നിൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ച, അടിപൊളി പ്രൊഡക്റ്റായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫോട്ടോ എനിക്ക് കണ്ടപ്പോൾ ഒന്ന് ആലോചിക്കുക. ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തത് ആരാ? ഫിജിക്കാട്ടാ. ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തതാരാ? ഫിജിക്കാട്ടാ. അതിൽ അക്കൗണ്ടിങ്ങും അതിന് വേണ്ട സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്തതാരാ? ഫിജിക്കാട്ടാ. സാറേ, എനിക്ക് അതിന് അർഹതപ്പെട്ട കമ്മീഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത ദിവസം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നവരൊക്കെ സാറേ ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് റിസ്ക്കാണ് സാറേ എടുത്തത്? ഒരു റിസ്ക്കും എടുത്തിട്ടില്ല. സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട, എടുത്തുകൊണ്ട് നടക്കേണ്ട, തലയിൽ ചുമന്ന് നടക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒരു സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്യേണ്ട, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടർ പോലും ഇല്ലാതെ, ഒരു റിസ്ക് ഇല്ലാത്ത, റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ബിസിനസ്സിലൂടെ നമുക്ക് ഈ കമ്പനിയുടെ ഏത് പ്രോഡക്റ്റും നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു കമ്മീഷൻ കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. അതിനെ പറയുന്ന പേരാ റീറ്റെയിൽ പ്രോഫിറ്റ് എന്നുള്ള.
വിറ്റവിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ വിൽപ്പിക്കപ്പെട്ടവനാ രക്ഷപ്പെട്ടിരിക്കണമെന്ന് എം എ യൂസഫലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേ. അവിടെയാണ് ഈ എക്സ്പാൻഷൻ ബോണസിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒന്നുമില്ല, എനിക്കൊരു സ്വന്തമായിട്ടുള്ളൊരു കടയുണ്ട്, ഈ കട ഞാൻ ഒറ്റയ്ക്ക് കട നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കടയ്ക്ക് അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 പേര്, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരു 50 പേരായിരിക്കും കസ്റ്റമർ. ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയം ആരാ, വിജയിപ്പിക്കുന്നത് ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും ഉള്ളൂ സാറേ. സത്യമാണോ അല്ലയോ? എത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി എന്നുള്ളതിനല്ല പ്രാധാന്യം. ആ ബിസിനസ് വിജയിപ്പിക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് തന്നെ വേണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി 12 മണിക്ക് ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറും ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കണേന്നറിയോ? പാസഞ്ചറിന് വേണ്ടിയാണ് കാത്തിരിക്കണേ. ലക്ഷങ്ങളും കോടികളും മുടക്കി പണിത ഹോസ്പിറ്റലും ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കണേന്നറിയോ? പേഷ്യൻസിന് വേണ്ടിയാണ് കാത്തിരിക്കണേ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിലൂടെ വലിയ വലിയ വരുമാനം നേടാൻ പറ്റും. അവിടെയാണ് ഈ എക്സ്പാൻഷൻ ബോണസിന്റെ സാധ്യത. ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള മാർക്കറ്റിംഗ് ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ടീം എ ആൻഡ് ടീം ബി. ഇവിടെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും പോയിന്റ് കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുളക് പൊടിക്ക് ഒരു പോയിന്റ് ഉണ്ടാവും, അപ്പച്ചട്ടിക്ക് ഒരു പോയിന്റ് ഉണ്ടാവും, ക്ലീനിങ് പ്രോഡക്റ്റിന് ഒരു പോയിന്റ് ഉണ്ടാവും, പെയിന്റിനൊരു പോയിന്റ് ഉണ്ടാവും. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാ സെയിൽസ് വോളിയം. നമുക്ക് ഒരു പോയിന്റ് ടീം എയിലും ഒരു പോയിന്റ് ടീം ബിയിലും വന്നാൽ കമ്പനി എന്ത് ചെയ്യുന്നറിയോ? അതാത് ദിവസം കാൽക്കുലേറ്റ് ചെയ്യും. ആ മാച്ച് ചെയ്തതിൻ്റെ വരുമാനം ഒരു പോയിന്റിന് 20 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ചിന്തിക്കണ്ടോ, ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ട് 20 രൂപയുടെ കഥ പറയാനാണോ എന്ന്? ഒരു പോയിന്റിനാട്ടോ 20 രൂപ പറഞ്ഞേ. നിങ്ങൾ നല്ല ചെങ്ങനെ 100 പോയിന്റാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്യണമെങ്കിൽ അതിന് 100 ഇരട്ടി 2000 രൂപയാ നമുക്ക് കമ്മീഷനായിട്ട് തരണേ. അവിടെ ഒന്ന് ആലോചിക്ക്, റിസ്ക് ഇല്ല. കമ്പനി എല്ലാ കാര്യങ്ങളും ചെയ്യണു, മാർക്കറ്റിങ്ങിന് വേണ്ട സപ്പോർട്ട് നമുക്ക് തരുന്നു, പ്രൊഡക്റ്റ് കമ്പനി സോഴ്സ് ചെയ്യുന്നു. നമ്മളെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് പറയില്ലേ? നല്ല ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്തത് ആരാ? നമ്മൾ തന്നെയാ. ഒരു പടം കോടികൾ മുടക്കി തുടങ്ങിയ പടവും എത്ര നല്ല ടീച്ചർ കൊണ്ടുവന്നാലും എത്ര നല്ല രീതിയിൽ പ്രൊമോഷണൽ വർക്ക് ചെയ്താലും എൻ്റെ സാറേ വെള്ളിയാഴ്ച കാലത്ത് നൂൺ ഷോ അല്ലെങ്കിൽ മോർണിംഗ് ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാ തീരുമാനിക്കണേ ആ പടം വിജയിച്ചോ ഇല്ലേ എന്നുള്ളത്. ആണോ അല്ലയോ? ഇവിടെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിലൂടെ വരുമാനം എന്ത് കിട്ടുന്നു, അതിൽ ബെനിഫിറ്റ് കിട്ടുന്നു, അതിനെ ആസ്പദമാക്കിയിട്ടാ ഓരോ കമ്പനിയും വളർച്ച. ശരിയാണോ അല്ലയോ? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 പോയിന്റ് മാച്ച് ചെയ്താൽ 2000 രൂപയും, അങ്ങനെ ഒരു ദിവസം 30,000 രൂപ, 1500 പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ 30,000 രൂപ വരുമാനം വരെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പല വ്യക്തികളുടെ അടുത്തും പറയുമ്പോൾ ഒരു സംശയം എന്താ അറിയോ? ഞാൻ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണ്ടേ, മറ്റുള്ളവരെന്താ വിചാരിക്കുക, പറഞ്ഞാൽ എന്താ ചിന്തിക്കുക? സാറേ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 1 കോടി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളൊരു കട തുടങ്ങി നിങ്ങളുടെ നാട്ടിൽ തുടങ്ങിയാൽ അവിടെ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും 100%. പക്ഷേ ഇവിടെ ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിനെ, കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാനിലാണ് ഇവിടെ കസ്റ്റമർ ക്രിയേഷൻ നടക്കുന്നത്. ആ കസ്റ്റമർ ക്രിയേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് എക്സ്പാൻഷൻ ബോണസിൽ ബൈനറി അല്ലെങ്കിൽ ടീം എ ടീം ബി എന്നുള്ള രീതിയിലേക്ക് ഈ കമ്പനി ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് 1:2 അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് ആദ്യത്തെ ഇൻകം പ്രൊവൈഡ് ചെയ്യണമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും വലിയ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, ഇന്നിപ്പോൾ ഈ കമ്പനിയുടെ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ജോബ് യോഹന്നാൻ സാറ്, ഞാൻ അദ്ദേഹത്തിനെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ പുള്ളി സുഖമില്ലാതെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നേ, സാറേ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അടിപൊളിയാണ്, എല്ലാ ചിലവും കമ്പനിയുടെ ഇൻഷുറൻസ് കോമ്പൻസേറ്റ് ചെയ്തു. അതിനേക്കാളും കൂടുതൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ സാറേ? ഡെയിലി എനിക്ക് ഇതിൻ്റെ വരുമാനം 30,000 രൂപ 30,000 രൂപ 30,000 രൂപ, ഈ പറഞ്ഞ 1500 പോയിന്റ് മാച്ച് ചെയ്യുന്നത്. ഇവിടെയുള്ള സാധ്യത എന്താ അറിയോ? നമ്മൾ ഈ ബിസിനസ്സിലൂടെ നേരിട്ട് പരിചയപ്പെടുത്തുന്നവരും അല്ലാതെ അവരിലൂടെ വരുന്ന കസ്റ്റമേഴ്സിനും ഒരേ വരുമാനം കമ്പനി തരുന്നു എന്നുള്ളതാണ് ഈ എക്സ്പാൻഷൻ ബോണസിൻ്റെ ഏറ്റവും വലിയ സാധ്യത. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് പാസീവ് ഇൻകം എന്താണെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സിനോട് ഈ കോൺസെപ്റ്റ് പറഞ്ഞു. അതിലൂടെ ഞാൻ ഇന്നൊരു 10-25,000 പേരുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ആ ടീമിൻ്റെ ബെനിഫിറ്റ് നല്ല സാറേ പറയണേ. അതിലുള്ള 100 പേരെങ്കിലും അവനവൻ്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് ഫിജിക്കാർട്ടിലൂടെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്നൊരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ അതൊരു 10 രൂപയായിക്കോട്ടെ 20 രൂപയായിക്കോട്ടെ, അതൊരു 100 പേരെന്നാണെങ്കിൽ 2,000 രൂപയായി. മാസം എത്രയായി? 60,000 രൂപയായി ഇല്ലേ? ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഫാമിലിക്ക് ഒരു വരുമാനം കിട്ടും, ഒരു പാസീവ് ഇൻകം കിട്ടുമെന്ന് ഞാനെടുത്ത തീരുമാനത്തിൻ്റെ പേരായിരുന്നു സാറേ ഫിജിക്കാർട്ട്.com. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടുവന്നൊരു ഒരു ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പാൻഷൻ ബോണസാണ്. ചുരുക്കി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളിന്ന് ജീവിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഈ ഒരു ഇൻകം സ്ട്രക്ചർ, ഈ ഒരു ഇൻകം പ്ലാൻ കമ്പനി ഏറ്റവും നന്നായിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിലടുത്തൊരു ഇൻകമാണ് ജനറേഷൻ ബോണസ്. നമ്മൾ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തികളോട് നടക്കുന്ന റീപർച്ചേസിങ് ഇൻകം നമുക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് 20 മുതൽ 50% വരയ്ക്ക് നമുക്കതിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം, ഈ കമ്പനിയുടെ 3ാമത്തെ റാങ്ക്, അതായത് 2000 പോയിന്റ് മാച്ച് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഞാൻ ആ റാങ്കിലേക്ക് എത്തിയത് വെറും 14 ദിവസം കൊണ്ടാട്ടോ. ഞാൻ പറഞ്ഞു 14 ദിവസം വേണ്ട, 14 മാസം എടുത്തോളൂ. നിങ്ങൾ എത്ര സമയം, ഇതിനൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ എന്നാണോ ഈ കമ്പനിയുടെ 2000 പോയിന്റ് മീറ്റ് ചെയ്ത് നിങ്ങൾ കമ്പനിയുടെ 3ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾക്ക് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അടക്കം ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിതിൽ ഏറ്റവും വലിയ ഇന്നും എനിക്ക് ഈ ഫിജിക്കാൻ്റെ പ്ലാൻ പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ, ഞാൻ എടുത്തതിനത്ര ഒരാളും ഈ പ്ലാൻ എടുത്തിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് കോൺഫിഡൻസാണ്. എനിക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം ഈ പ്ലാൻ എടുക്കാനാണ്. അതിൽ എന്താണ് സാധ്യത എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കമ്പനിയുടെ തുടക്കം മുതലുള്ള ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് കേട്ടോ പറഞ്ഞു, അല്ലാതെ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ഇത്രയും പ്ലാൻ എടുത്തു എന്നല്ലാണ്. തുടക്കം മുതലുള്ളതിൻ്റെ പേരിൽ ഇന്നും ഈ പ്ലാൻ പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ, അതാണ് സാറേ ഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അത് തന്നെയാണ്. കാരണം എന്താ അറിയോ, ഇന്ന് എൻ്റെ കൂടെ വന്ന ഒരുപാട് വ്യക്തികളിൽ ഇന്ന് അവർക്കൊക്കെ ഒരു ആശുപത്രിയുടെ ഒരു ചിലവ് വരുമ്പോൾ, അവരുടെയൊക്കെ വീട്ടിലൊരു പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വാല്യൂ അപ്പോഴാണ് സാറേ തിരിച്ചറിയാം. സത്യമില്ലേ? ഒരുപാട് കുടുംബത്തിന് നന്മ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ബിസിനസ്സിൻ്റെ പേരാണ് ഫിജിക്കാർട്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. അതിലാണ് നമുക്ക് മന്ത്ലി കമ്പനിയുടെ ലാഭത്തിൻ്റെ വിഹിതം നമുക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മുതൽ നമുക്ക് 13 റാങ്ക് വരയ്ക്കും, കമ്പനിയുടെ 13 റാങ്കല്ല 13 റാങ്ക് വരയ്ക്കും നമുക്ക് ക്രൈറ്റീരിയ ഉണ്ട്. അതുപ്രകാരം നമുക്ക് പെർഫോമൻസ് ബോണസ് നേടാം. ഇപ്പോൾ കമ്പനി കൊടുക്കുന്ന ഒരു 10,000-നും 15,000-നും ഇടയിലുള്ള ഒരു എമൗണ്ടാണ്. ഞാനതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താ അറിയോ, പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെയോ നിങ്ങളുടെയോ മാത്രം ഇൻഡിവിജ്വൽ ബിസിനസ് എന്ന് മാറിയിട്ട് കമ്പനിയുടെ 3ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഫിജിക്കാർട്ട്.com എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്ന ടോട്ടൽ ബിസിനസ് വോളിയത്തിൻ്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് പെർഫോമൻസ് ബോണസ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിട്ട് കൊടുക്കണേ. സാറേ, ഇവിടെ 10 ലക്ഷത്തോളം വരുന്ന അഫിലിയേറ്റ്സ് ഇന്ന് ഈ കമ്പനിയിലുണ്ട് സാറേ. അത് 1 കോടി കസ്റ്റമേഴ്സ് ഉള്ള 1 കോടി കസ്റ്റമർ ബേസുള്ള ഒരു കമ്പനിയായിട്ട് ഫിജിക്കാർട്ട് മാറുമ്പോൾ സാറേ, നിങ്ങളുടെ എൻ്റെയും പെർഫോമൻസ് ബോണസ് എത്രയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മിനിമം 50,000 ആയിരിക്കും, ചിലപ്പോൾ 1 ലക്ഷമായിരിക്കും, ചിലപ്പോൾ 2 ലക്ഷമായിരിക്കും. നമ്മൾ മാത്രം ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അല്ലാട്ടോ ഞാൻ പറയണേ, ഫിജിക്കാർട്ട്.com എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്ന ടോട്ടൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയറാണ് പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മന്ത്ലി പെർഫോമൻസ് ബോണസ് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത്. ഈ കമ്പനിയുടെ 10ാമത്തെ 11, 12, 13 3 റാങ്കിൽ അല്ലെങ്കിൽ 11, 12, 13 ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ റാങ്കിലും തൊട്ട് നമുക്ക് 0.5 to 1.5% ടോട്ടൽ ടേൺ ഓവറിൻ്റെ ആനുവൽ പ്രോഫിറ്റ്, ടോട്ടൽ ബിസിനസ് വോളിയത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഷെയർ നമുക്ക് ആനുവൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിന് വരാൻ പോണ ചീഫ് ഗസ്റ്റ് അടക്കമുള്ളവർ ഈ പറയുന്ന കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് അടക്കം ഫിജിക്കാർട്ട്.com ഒരു മാസം ചെയ്യുന്ന ടോട്ടൽ വോളിയം ഓഫ് സെയിൽ ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്കറിയാം എത്ര കോടികളാണെന്ന്. അപ്പോൾ ഒരു ആനുവൽ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 0.5% എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഇത് മാത്രം കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയുടെ
ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ കമ്പനിയുടെ 5ാമത്തെ റാങ്ക് മുതൽ നമുക്ക് 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ് നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കണേ മേടിക്കാണ്ടിരിക്കാം, നിങ്ങൾക്ക് റൈഡർ ഫണ്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ, ദാറ്റ് മീൻസ് 10ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 2 തവണ വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ഇന്ത്യയിലും വാങ്ങിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നമുക്ക് കിട്ടുന്നു. ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ 11ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഫ്രാൻസ് അടക്കം ഫിജി കാട്ടിൽ നിന്ന് ഏകദേശം 15ഓളം ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്ന്. ഇവിടെ ഒരു പോയിന്റ് മാത്രം ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇവിടെയാണെന്ന് മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ ദിവസം ഈ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ദുബായ് കോൺടെസ്റ്റ് വിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ദുബായിലേക്ക് കൊണ്ടുപോകുന്ന. ആ കോൺടെസ്റ്റിൽ വിൻ ചെയ്ത് 89 പേരാ സാറേ. 89 പേരിൽ 74 പേരും ഫിജി കാർഡിൻ്റെ ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ദിവസം അവർ പോയി വന്നേ. സാറേ, സ്വപ്നങ്ങൾ കാണാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതം ഡെവലപ്പ് ചെയ്യാൻ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ പേരാ fijicar.com. പോയി വന്നവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിയേ. പലരും ഒരു ഗ്രൂപ്പിൽ ചോദിച്ചേ, സാറേ ദുബായിലേക്ക് പോകണം, പാസ്പോർട്ട് വേണമെന്ന് ചോദിച്ച പലരും ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ് ഫിജി കാർട്ട്. അവിടെയാണ് ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് നമുക്ക് കമ്പനിയുടെ നിന്ന് കിട്ടും. പ്രീമിയം കാർ ഫണ്ട് നാഷണൽ സെയിൽസ് മാനേജർ NSM എന്ന് പറയുന്ന റാങ്കിലേക്ക് നിൽക്കുമ്പോൾ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഹാപ്പി ഹോം ഫണ്ട്, ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ അല്ലേ. നാഷണൽ സെയിൽസ് ടീം മാനേജർ കമ്പനിയുടെ 13 റാങ്ക് എത്തുമ്പോൾ നമുക്ക് 1 കോടി രൂപയുടെ വില്ല ഫണ്ടും കൂടി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഓരോ പടവുകൾ കയറും തോറും ഞാൻ ആലോചിച്ചിട്ടുണ്ട് സാറേ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന 16 വർഷം ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് ആകെ കിട്ടിയത് ഒരു ടൈമാണ് പ്രൊമോഷൻ കിട്ടിയത് എൻ്റെ 16 വർഷത്തെ എൻ്റെ കരിയറിൽ. സാറേ, ഇന്ന് 20, 30, 40 വർഷമായിട്ട് ജോലി ചെയ്യുന്നവർ തുടങ്ങിയപ്പോൾ അക്കൗണ്ടൻ്റ് ആണ് മാക്സിമം അയാൾക്ക് എത്താൻ പറ്റുന്ന, സീനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു മാക്സിമം അവിടെയാണ്. സാറേ, ഇവിടെ നമ്മൾ ഓരോരുത്തരും സ്പെൻഡ് ചെയ്യുന്ന ടൈം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ 13 റാങ്കിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ വരുമാനം ഉണ്ടല്ലോ 4-4.5 കോടി രൂപ പോക്കറ്റിലായിട്ടുണ്ടാവും. ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് ഒരു ബിസിനസ്സുകാരൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വെറും 3 മുതൽ 5 വർഷം മാത്രമേ വേണ്ടുള്ളൂ. ഇവിടെയാണ് ഹാപ്പി ഹോം ഫണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞ 13 റാങ്ക് ഉണ്ട്. സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് തൊട്ട് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന 13 റാങ്കും അച്ചീവ് ചെയ്യുമ്പോൾ ഈ റാങ്കിനൊക്കെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഫിജി കാർഡിൽ ഒരുത്തൻ എന്ത് വരുമാനം വാങ്ങിച്ചു എന്ന് ചോദിക്കാനേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ 20 രൂപ ഇല്ലേ. 10 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്തവൻ എത്രയാണെന്ന് ചിന്തിക്കണ്ടോ. കാശ് കിട്ടിയില്ലെന്ന് ആരടുത്തും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിലുള്ള ഓരോ റാങ്ക് കയറും തോറും അവന് കിട്ടിയ വരുമാനവും അതിനോടൊപ്പം തന്നെ കണക്റ്റഡ് ആണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ പല വ്യക്തികൾക്കുള്ളൊരു ഡൗട്ട് എന്താ അറിയോ, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു എന്ത് ചെയ്യുന്നുള്ളതാണ്. സാറേ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളെയും ഓൺട്രപ്രനർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ടീമുണ്ട്, കമ്പനിയുണ്ട്. കമ്പനിക്ക് ഒരു അക്കാഡമി ഉണ്ട്, ഫിജിറ്റൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബിസിനസ്സിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നു, ഫിജി കാർട്ടിൻ്റെ തൃശ്ശൂരാണ് വരുന്നത്. ലോജിസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഫിജി കാർട്ടിൻ്റെ പ്ലാൻ വരുന്നത്. ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് പ്രോഗ്രാം അല്ലെങ്കിൽ പ്ലാൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കണോ? അവിടെ എല്ലാവരും കാണുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഒരു കാര്യം മാത്രം സാറേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ ജീവിതം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഈ കമ്പനീനെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാ fijicar.com എന്ന് പറഞ്ഞ കമ്പനിയിൽ എൻ്റെ 8 വർഷത്തെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയണേ. തുടക്കം മുതൽ ഞാൻ ഈ പ്രോഗ്രാം തന്നെ, ഇന്നും ഈ പ്ലാൻ പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്, ഞാനിന്ന് ചോദിച്ചു വാങ്ങിച്ച പ്ലാൻ പ്രസൻറ്റേഷനാണ്. എൻ്റെ തുടക്കം മുതലുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ. ഫിജി കാർഡിൽ വരുമാനം മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 5 ലക്ഷം രൂപ മന്ത്ലി സാലറി മേടിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ദുബായിലുള്ള, ഇപ്പം ഞാൻ ദുബായിലുള്ള, ഇന്നലെ വന്നിട്ടോ, കഴിഞ്ഞ ദിവസം വന്നേ. എല്ലാവർക്കും അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരുമാനമുണ്ട്. തെറ്റില്ലാത്ത രീതിയിൽ 3 രാജ്യത്ത് വിസയുള്ള സമയത്ത് ഞാൻ fijicar.com എന്ന് പറഞ്ഞൊരു കരിയർ ഏറ്റെടുക്കാൻ വരുമ്പോൾ പലരും ചോദിച്ചു, എന്തിനാടാ സോപ്പും ഷാമ്പും വിൽക്കണ പരിപാടിയായിട്ട് നടക്കണേ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് ഒറ്റ വാക്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വെളിച്ചം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിന് എൻലൈറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു സാറേ, യഥാർത്ഥ ജീവിത വിജയം അതാണെന്ന്.
ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന 1000-ഓളം വരുന്ന വ്യക്തികളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം ഫിജിക്കാർഡിൽ അതാണെന്ന് വിശ്വസിക്കുന്നു. ഫിജിക്കാർഡ്.com ചെയ്യണോ വേണ്ടേ എന്നുള്ള നിങ്ങളുടെ തീരുമാനം. രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ? ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കണില്ല. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തോ അതാണ് ഇന്നിരിക്കുന്ന ഞാനും നിങ്ങളും. അടുത്ത 10 വർഷം ഇതേ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണെങ്കിൽ ഇവിടെ ആവശ്യങ്ങൾ കൂടുന്നു, ആരോഗ്യം കുറയണു. ശരിയാണോ അല്ലയോ സാറേ? ഒരു ബിസിനസ്സിന്റെ റിസ്ക് ഇല്ലാതെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടർ ഇല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് സാറേ. സത്യല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ദുബായ് ട്രിപ്പ് അടക്കം ഇന്ന് കമ്പനി അനൗൺസ് ചെയ്ത മലേഷ്യ ട്രിപ്പ് ഇതാ കമ്പനി നടന്നുകൊണ്ടിരിക്കണോ. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. ഞാൻ എൻ്റെ ലൈഫ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു. തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? ഞാൻ ജന്മം കൊണ്ട് ഞാൻ അനാഥനായിരുന്നു, കർമ്മം കൊണ്ട് ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത അഭിനിവേശം, എൻ്റെ ആവേശമാണ് എന്നെ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയാക്കി എന്ന് പറഞ്ഞ നെപ്പോളിയൻ്റെ വാക്കുകളാണ് പറയണത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ജീവിച്ച് 4 ആളുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടുകൂടി നിവർന്നു നിൽക്കാൻ ഇന്ന് ജീവിതത്തിൽ നമ്മളൊക്കെ സാമ്പത്തികത്തിൻ്റെ പേരിൽ എവിടെയൊക്കെ നമ്മൾ നേരിട്ട അവഗണനകളുണ്ടോ അതിനുള്ളൊരു സൊല്യൂഷനാണെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം എന്താ അറിയോ, ഇനി വരാൻ പോകുന്ന ഒരു ചീഫ് ഗസ്റ്റിൻ്റെ അനുഭവം നിങ്ങൾ കേട്ട് നോക്കുക. ഈ ബിസിനസ്സിൽ ഒരു സാധാരണക്കാരൻ അസാധാരണക്കാരനായിട്ടുള്ള കഴിഞ്ഞ ഒരു വ്യക്തിനെ 5 വർഷം കൊണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് കോടതിക്കും വേണ്ടത് തെളിവുകളാണ്. ഈ കമ്പനി ഫിനാൻഷ്യലി നിങ്ങളെ ഫ്രീഡത്തിലേക്ക് എത്തിക്കോ ഇല്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ സാറേ. 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ബിസിനസ് അതിൻ്റെ പ്ലാനാ പറഞ്ഞിരിക്കണേ. സോ നല്ലൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട് നിങ്ങളുടെ കൂടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. വളരെ വളരെ അതിമനോഹരമായ ഒരു പ്ലാൻ പ്രസന്റേഷനാണ് സാർ നമ്മളിലേക്ക് എത്തിച്ചത്. സാർ പറഞ്ഞു ഒരാളുടെ ഹൃദയത്തിലെങ്കിൽ സാർ ഉണ്ടാവുമെന്ന്. ഇതിനകത്തിപ്പം ഞാൻ നോക്കിയിട്ട് 999 പേരുടെ പേരിലും ഹൃദയത്തിലും സാർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ തന്നെ ഇവിടെ മറന്നിരുന്നു പോയി. അത്രയ്ക്ക് അതിമനോഹരമായിട്ടാണ് സാർ നമ്മളിലേക്ക് ഈ പ്ലാൻ എത്തിച്ചത്. സാറിന് എത്രയും പെട്ടെന്ന് തന്നെ ഉയരത്തിലെത്താൻ സാധിക്കട്ടെ, ആ 1 കോടി വില്ലയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ എന്താ, ഇത് നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ അല്ലേ? ഞാൻ തന്നെ ഇതിനകത്ത് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, അത്രയ്ക്ക് ഒരു ഇതിലായിപ്പോയി ഞാൻ. എന്തായാലും സാറ് പറഞ്ഞ രീതി എന്നിപ്പം എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസോടെ ഞാൻ പറയാം, എന്നിട്ട് നമ്മുടെ ഗസ്റ്റിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. എന്റെ പേര് ലീന, എന്റെ സ്ഥലം ആറ്റിങ്ങൽ ചെമ്പൂരെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് കമ്പനിയുടെ DSM റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാനും ഈ സാർ പറഞ്ഞതുപോലെ ആ ഒരു സ്ഥിര വരുമാനം, ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് 2 തവണ കൈപ്പറ്റിയ ഒരാളാണ് ഞാൻ. പിന്നെ ഇതിനകത്ത് നിന്ന് 1 ലക്ഷം രൂപയുടെ ലോൺ നിൽക്കവെയാണ് ഞാൻ ഈ ഒരു ഫിജിക്കാർഡ് എന്നുള്ള സംരംഭത്തിൽ കയറിയതും. ഇന്ന് ആ ലോൺ എനിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 12 ലക്ഷം രൂപയുടെ ഒരു വാഹനം, ഗ്ലാൻസ്, ടൊയോട്ടയുടെ ഗ്ലാൻസ് എന്നുള്ള വാഹനവും എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. എന്റെ എക്സ്പീരിയൻസ് അല്ല ഇവിടെ കൂടുതലും പ്രാധാന്യം. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ലീഡറിനെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ലീഡർ, അതായത് കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി, ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കവേ ഈ ഒരു പാസഞ്ചർ വഴി ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേൾക്കുകയും അതിലൂടെ ഒരു ചെറിയ വരുമാനം എടുക്കാമെന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് ഏറ്റെടുക്കുകയും, എന്നാൽ വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ സാധ്യതയെ മനസ്സിലാക്കി അധിക വരുമാനം എടുക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങി ഇന്നൊരു വലിയൊരു ടീമിന്റെ, UBG എന്നൊരു വലിയൊരു ടീമിന്റെ രാജാവായി, പ്രജകളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജാവായി, ഒപ്പം പാവങ്ങളുടെ അത്താണിയുമായ ഒരു ഗ്രേറ്റ് ലീഡറിനെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. ഇന്നിപ്പം സാർ പറഞ്ഞു 12ാമത്തെ റാങ്ക്, ഞാനിപ്പം നിൽക്കുന്നത് 6ാമത്തെ റാങ്കാണ്. അതായത് ഒരു റൈഡർ ഫണ്ട് 50,000 രൂപയുടെ റൈഡർ ഫണ്ട് വാങ്ങി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സാറിന്ന് കമ്പനിയിൽ മൊത്തം 13 റാങ്കേ ഉള്ളൂ. നമുക്ക് കമ്പനിയിൽ സാറിന്ന് 12ാമത്തെ റാങ്കിൽ എത്തി നിൽക്കുന്ന, 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് വാങ്ങി നിൽക്കുന്ന, നമ്മുടെ NSTM റാങ്കിൽ നിൽക്കുന്ന സാറിനെ, ജോബ് യോഹന്നാൻ സാറിനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി, അതായത് ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജോബ് യോഹന്നാൻ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഓഡിബിൾ ആണോ മാഡം? ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ സാർ, ഓക്കെ. സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത ലീന മാഡത്തിന് ഒരുപാട് നന്ദി പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഇൻവിറ്റേഷൻ. അതിനെല്ലാം അപ്പുറം ഇന്നത്തെ ഒരു പ്രസന്റേഷൻ, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു നല്ല പ്രസന്റേഷൻ കേട്ടതിന്റെ ഒരു സന്തോഷം, അത് കനുസാറിന്റെ
വായിൽ നിന്നായപ്പോ അത് അതിനെക്കാട്ടി ഇരട്ടി മധുരമാണ്. ശരിക്കും പറഞ്ഞു ഇന്നലത്തെ ദിവസം സാറ് എന്നെ പോലെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് കയറേണ്ട വ്യക്തിയാണ്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു സാറിന്റെ അടുത്ത്, സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് കയറേണ്ട വ്യക്തിയല്ലേ, സാറ് പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മളുടെ ബിസിനസ് അല്ലേ, നമ്മളല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ, നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ആകിയതാണ്. ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ, DSM മുതൽ മുകളിലോട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രസന്റേഷൻ ചെയ്യാനായിട്ടും ഉണ്ടായിട്ടും. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പുള്ളി ഏറ്റെടുത്ത് ചെയ്തു. അത് ആ ഒരു കർത്തവ്യം പുള്ളി അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷവും ആ ഒരു പ്രസന്റേഷൻ കേട്ടിരുന്നു പോയി. മനോഹരമായിട്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ആ പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കമന്റുകളൊക്കെ വന്നിരുന്നു. അതിന്റെ പ്രോഡക്ട്സിനെ കുറിച്ചും അതിന്റെ പ്രൈസിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വന്നിരിക്കുന്നു. ആ കമന്റുകൾ ഇട്ടവരെടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളെ ആരാണോ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത് അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവര് നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ ലീന മേഡം പരിചയപ്പെടുത്തി. എന്റെ പേര് ജോബി യോഹന്നാൻ എന്നാണ്. സ്വദേശം കരുനാപ്പള്ളി, തേവലക്കര, അരുന്നല്ലൂർ. ഫിജി കാർഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 7 വർഷത്തോളമായിട്ട് ഫിജി കാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജറാണ്. പ്രസന്റേഷൻ ചെയ്ത സമയത്ത് അതിമനോഹരമായിട്ട് നമ്മുടെ കനുസാറ് പറഞ്ഞ റിവാർഡുകൾ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ ഇന്ന് 3 തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു മീറ്റിംഗിൽ കയറിയേക്കുന്നത്. ഒന്ന്, ഒരു സാധാരണ വീട്ടമ്മ, വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി മക്കളുടെ കാര്യങ്ങളും നോക്കി ഭർത്താവിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലൊരു ചെറിയ തയ്യൽ മെഷീനകത്ത് ഇരുന്ന് തയ്യൽ ചവിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ലീന മേഡം. ഒന്ന് വീട്ടമ്മയായിട്ടിരിക്കെ ഈ കമ്പനിയുടെ 6 റാങ്കുകൾ, 13 റാങ്കുകൾ ഉള്ളതിൽ 6 റാങ്കുകൾ കവർ ചെയ്ത് ഇന്ന് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി. DSTM, ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പം പോയിന്റ്സിന്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞിരുന്നു, കരു സാറ് പറഞ്ഞിരുന്നു. ഒരു സെയിൽസ് ഓളി മാച്ച് ചെയ്യുമ്പോൾ 20 രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ DSTM എന്ന് പറയുന്ന റാങ്കിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 35,000 സെയിൽസ് വോളിയം, 40,000 സെയിൽസ് വോളിയത്തിന് ആ ഒരു റേഞ്ചിനാണ്. 35,000 സെയിൽസ് വോളിയത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് MC ചെയ്ത ഒരു വീട്ടമ്മ, സാധാരണ വീട്ടമ്മ. സാധാരണ വീട്ടമ്മമാർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ, ഞാനൊരു വീട്ടമ്മയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് അതൊരു മാതൃകയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് കനു കനകൻ സാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ മേഡം പറഞ്ഞിരുന്നു, ഏകദേശം 5 ലക്ഷം രൂപയോളം മാസം വരുമാനം വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ലെവലിൽ, ഒരു പ്രൊഫൈൽ ലെവലാണെങ്കിലും ഏത് ലെവൽ നോക്കിയാലും ഒരു ഹൈ ലെവലിൽ നിന്ന് ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി. സാധാരണക്കാരനും സാധാരണ വീട്ടമ്മയും ബിസിനസ്സിൽ വന്നു. ഒരു ഹൈ ലെവൽ പൊസിഷനിൽ നിന്ന് വലിയ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി. അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്തുകൊണ്ട് അയാൾക്ക് വട്ടാണോ, അയാൾ പൊട്ടനാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ, അതിനെക്കുറിച്ച് ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് അദ്ദേഹം ആ ശമ്പളം കളഞ്ഞ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളത് പറഞ്ഞുതരാം. ആ ഒരു വ്യക്തി ഹൈലി പ്രൊഫഷണൽ, നല്ല പ്രൊഫൈലുള്ള ഒരു റിച്ച് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി, സാധാരണ വ്യക്തി. ഒരിക്കലും അതൊരു സാധാരണ വ്യക്തി അല്ല. അങ്ങനെ ഒരു വ്യക്തി ബിസിനസ്സിലുണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഒരു ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു വീട്ടമ്മ ഈ ബിസിനസ്സിൽ വന്നു, സക്സസ് ആയി. രണ്ടാമത്തെ ഒരു നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വന്നു, ഈ ബിസിനസിന്റെ ടോപ്പ് ലെവലിലേക്ക് എത്തി. അതേപോലെ തന്നെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിട്ട് മാത്രം ഇരുന്നിരുന്ന ഞാൻ ഇന്ന് ഈ ബിസിനസിന്റെ 12ാമത്തെ റാങ്കിലെത്തി. അപ്പം ഏത് തരത്തിലുള്ള ആളുകൾക്കും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് പ്രസന്റേഷൻ ചെയ്ത വ്യക്തി. പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത മേഡത്തിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സാധാരണ മിനിമം വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ 159 മാർക്ക് മേടിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. വിജയിച്ച വ്യക്തിയല്ല, പരാജയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അതിനുശേഷം 15ാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണിക്ക് ഇറങ്ങിയ ഒരാളാണ്. കൂലിപ്പണി തന്നെയായിരുന്നു മുന്നോട്ട്. ആദ്യം ചെയ്ത വർക്ക് ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനും ടയറിന്റെ പഞ്ചർ വർക്കും ആയിരുന്നു. 15ാമത്തെ വയസ്സിൽ ചെയ്യാൻ തുടങ്ങിയ ജോലി. അതിനുശേഷം ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷന്, അല്ലാതെ ബോർവെലിന്റെ വർക്ക്, അപ്പാർട്ട്മെന്റുകളുടെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ആയിട്ട് കുറെ അധികം ജോലികൾ അങ്ങനെ ചെയ്തു. ഒരു ഷോപ്പ് നടത്തി. അത്യാവശ്യം അതിനകത്ത് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതേപോലെ തന്നെ
ഗൾഫിൽ പോയിട്ട് ഇലക്ട്രീഷ്യനായിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് മണ്ണ് കുത്തുന്ന ഷവൽ ഓപ്പറേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ആളുകൾക്കൊക്കെ അറിയാം. പണ്ടത്തെ അറവാന ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത് കണക്ക് ഷവൽ ഓപ്പറേറ്റർ ആയിരുന്നു. മണ്ണ് കുത്തി കുഴിയെടുത്ത് കേബിൾ കുഴിച്ചിടുന്ന ജോലിയായിരുന്നു. അപ്പൊ എന്തായാലും ശരി തന്നെ അങ്ങനെ ഗൾഫിൽ തുച്ഛമായ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ നാൾ നിന്നില്ല. പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്ത ജോലി എന്താണെന്ന് വെച്ചാൽ എന്റെ അപ്പൻ കായലിൽ മണൽ വാരുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ആ വഴിക്ക് തന്നെ തിരിഞ്ഞു. കായലിൽ മണൽ വാരാനായിട്ട് ഇറങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കായലിൽ മണൽ വാരക്കം ഗവൺമെന്റ് നിരോധിച്ചതിന്റെ പേരിൽ പിന്നീട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കിടന്ന ഓട്ടോ വാടകയ്ക്ക് എടുത്ത് ഓട്ടോ ഓടിക്കാൻ 2009 മുതൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. അപ്പൊ 2010 ആയപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോ ഫിനാൻസ് ഇട്ട് വാങ്ങി. അതിനകത്ത് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 50,000 രൂപയുടെ ചിട്ടി എടുത്ത് 500 രൂപ വീതം ഡെയിലി ചിട്ടി അടച്ച് ഡീസൽ അടിക്കാനുള്ള പൈസയും മാറ്റി വെച്ച് വീട്ടിലേക്ക് ചെലവിനുള്ള അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കടം തീർത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2013 എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു എയർപോർട്ട് ഓട്ടം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം ആക്സിഡന്റ് പറ്റി. ഏകദേശം വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. നിന്ന നിപ്പില് 10-18 ലക്ഷം രൂപയോളം കടക്കാരനായി മാറി. ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിട്ട് ജീവിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ കടം വലിയൊരു കടമാണ്, ചെറിയ കടമല്ല. ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിൽ പോലും ആദ്യം കയറി ഉറങ്ങാതിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പം ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെരഞ്ഞെടുത്ത മാർഗം തെറ്റായ മാർഗങ്ങളൊക്കെ ആയിരുന്നു. കുറുക്കു വഴിയിലൂടെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ആയിരുന്നു ഞാൻ തെരഞ്ഞെടുത്തത്. പക്ഷെ അതിനകത്തൊക്കെ എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 2013 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഞാൻ 2018 ആയപ്പോൾ ഏകദേശം 48 ലക്ഷം രൂപയോളം ബാധ്യതയുള്ള ഒരാളായിട്ട് മാറി. ഇതൊക്കെ കേൾക്കുന്നവർക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അന്വേഷിച്ച് നോക്കാം. എന്റെ നാട്ടിൽ വരാം. തേവലക്കര പടപ്പനാൽ എന്ന് പറയും. അല്ലെങ്കിൽ ജോബി യോഹന്നാൻ എന്റെ ഫേസ്ബുക്ക് ഐഡി, ഓപ്പൻസ് വേൾഡ് എന്റെ ഇൻസ്റ്റാ ഐഡി. ആർക്ക് വേണമെങ്കിലും കയറി നോക്കാം. എന്റെ പഴയ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സാഹചര്യത്തിൽ 48 ലക്ഷം രൂപയോളം കടബാധ്യത നിൽക്കുന്ന സമയത്ത് ഓട്ടോ ഓടിച്ചു രാപകലില്ലാതെ ഓട്ടോ ഓടിക്കുന്ന ഒരു സാഹചര്യം എനിക്കുണ്ട്. കാരണം വെളുപ്പിനെ 4 മണിക്ക് കൊല്ലം ജില്ലയിൽ ഒരു ശക്തികുളങ്ങര ഹാർബർ ഉണ്ട്, നീണ്ടകര ഹാർബർ ഉണ്ട്. വെളുപ്പിനെ 4 മണിയാകുമ്പോൾ കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങളെയും കൊണ്ട്, ചരുവത്തിൽ കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങളെയും കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവിടുന്ന് മീനെടുത്തുകൊണ്ട് മീനെടുക്കാൻ പോകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മീൻ കച്ചവടം ചെയ്യുകയും ആ മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് മീൻ എടുക്കാൻ പോയ ആളുകൾ തിരിച്ചു വരികയും ആ മീനെടുത്ത ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ടതിന് ശേഷം സ്കൂളോട്ടം പോയി വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് സ്കൂളോട്ടം പോയി എടുത്തോണ്ട് വന്ന മീൻ കുറച്ച് കൊണ്ടു നടന്ന് വിറ്റ്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ടും കടം കൂടുന്നതല്ലാതെ കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസം ഒരു 20,000 രൂപ 30,000 രൂപ ഒക്കെ ഓടി എടുക്കുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 60-65,000 രൂപയോളം എടുക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. വെളുപ്പിനെ ഹാർബറിൽ നിന്ന് തന്നെ ഒരു 1000-1200 രൂപ ഒപ്പിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. അങ്ങനെ ജോലി ചെയ്തിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാസഞ്ചർ, ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ വിശദമായിട്ട് കനുസാർ പറഞ്ഞതോടൊക്കെ വിശദീകരിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രയും മനസ്സിലാക്കിക്കൊണ്ട്. പുള്ളിക്കാരൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നീ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നാൽ, ഞാനൊരു അവസരം ചെയ്യുന്നുണ്ട്, അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നീ മുടക്കുന്ന പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടും, നഷ്ടമൊന്നുമില്ല, ഒരു തവണ വാങ്ങിയാൽ മതി. എന്നതിന് ശേഷം നീ കുറച്ച് ആളുകളിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി എത്തിച്ചാൽ മതി. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എന്നൊന്നും അല്ല അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇതൊരു ഒഫീഷ്യൽ മീറ്റ് ആയതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത, എങ്കിൽ പോലും കുറച്ച് ആളുകളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. 2 ഫ്രാഞ്ചൈസിയിലൂടെ ആളുകളെ ജോയിൻ ചെയ്താൽ അതിനനുസരിച്ച് നിനക്ക് പൈസ കിട്ടും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ കൂട്ടുകാരാ, ഇതോടൊക്കെ എന്താ പറയുന്നത്, പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചേരാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതോടൊക്കെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ഞാൻ ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ ഇതിനകത്ത് നഷ്ടസാധ്യത ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. പ്രസന്റേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 50,000 രൂപ 6ാമത്തെ റാങ്ക് എത്തുമ്പോൾ 50,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 10ാമത്തെ റാങ്ക് എത്തുമ്പോൾ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 11ാമത്തെ റാങ്ക് എത്തുമ്പോൾ യൂറോപ്പ് ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. 12ാമത്തെ റാങ്ക് എത്തുമ്പോൾ 50 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 13ാമത്തെ റാങ്ക് എത്തുമ്പോൾ 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ഏകദേശം ഒരു 4 കോടി രൂപയോളം എല്ലാം നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ഇത്രയൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എനിക്ക് ഒരു 2,000 രൂപ ആഴ്ച കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. 2,000 രൂപ ആഴ്ച കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യാം. അത്രയും കാരണം ഒരു മൈക്രോ ഫിനാൻസ് എങ്കിലും അടയ്ക്കാമല്ലോ.
എന്നുള്ള പ്രതീക്ഷ മാത്രമായിരുന്നു കേട്ടോ. ഒരുപാട് വീട്ടമ്മമാർ എനിക്ക് മൈക്രോ ഫിനാൻസ് ലോണൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. കടം അങ്ങനെയൊക്കെ വലിയൊരു കുഴിയിൽ നിന്നാണ് ഞാൻ കയറുന്നത് തന്നെ. ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി എത്രത്തോളം എന്റെ ജീവിതത്തിൽ മാറ്റം തന്നു എന്ന് അതിന്റെ തുടക്ക സമയം, ഫിജി കാർഡ് തുടങ്ങിയ സമയത്ത് ആ, ഒരു ആ, ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. എങ്ങനെയാ ഒരു 2000 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞാൻ മുടക്കിയ പൈസക്ക് എനിക്ക് സാധനങ്ങൾ കിട്ടിയല്ലോ, നഷ്ടമൊന്നും ഇല്ലല്ലോ, എന്നാ ഇനി ഒരാൾ ജോയിൻ ചെയ്താലോ അയാൾക്കും സാധനങ്ങൾ കിട്ടുമല്ലോ, അയാൾക്ക് നഷ്ടമൊന്നും വരത്തില്ലല്ലോ, ഈ ചിന്താഗതിയേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂർ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ബോബി ചെമ്മണ്ണൂരിനെ ബാബുവാനണി എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ഒരു അദ്ദേഹത്തിന്റെ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം, അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം ബോച്ച എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ഭാഗ്യവും ആ മനുഷ്യനോടൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആ, ഈ ബിസിനസ്സിൽ ഒരു വിശ്വാസവും ഇല്ലാതെ കടന്നു വന്ന ഒരാള് ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ നാളിതുവരെ വാങ്ങിയ വരുമാനം 1,70,00,000 രൂപയ്ക്ക് പുറത്താണ് ഞാൻ ഇതുവരെ വാങ്ങിയേക്കുന്ന വരുമാനം. അതേപോലെ തന്നെ 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് ക്വാളിഫൈ ചെയ്ത് കിടക്കുക, ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. ജനുവരിയോടുകൂടി കൈ കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ആ ജനുവരിയിൽ കൈ കിട്ടും. ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ പോച്ചേ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ശരി തന്നെ, 50 ലക്ഷം രൂപ വെയിറ്റിംഗ് ആണ്. സോറി, ഒരു കോള് വന്നാണ്. 50 ലക്ഷം രൂപ വെയിറ്റിംഗ് ആണ്. 1,70,00,000 രൂപയ്ക്ക് പുറത്ത് വാങ്ങുകയും ചെയ്തു. 50 ലക്ഷം രൂപ ഇനി കിട്ടാനും ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വീണ്ടും കടക്കുകയാണ്. കനു കനകൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് അത്രയും വലിയ സാലറി ഉള്ള ജോബ് വിട്ടിട്ട് ഫിജി കാർഡ് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ പറയുന്നത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ ഇത്ര കിട്ടിയ പൈസ എല്ലാം ആക്റ്റീവ് ഇൻകമാണ്, ഞാൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനമാണല്ലോ, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ പറയുന്ന 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്കൊരു വലിയൊരു എമൗണ്ട് അല്ലേ, ചെറിയ എമൗണ്ട് ആണോ? ആ 50 ലക്ഷം രൂപ മേടിച്ച് ചെലവാക്കി തീരുന്നതിന് മുന്നേ അടുത്തൊരു 1 കോടി രൂപ വില്ലാ ഫണ്ട് വരും. ഇത് വാങ്ങാൻ ഇത് വാങ്ങാൻ ഞാൻ ജീവനോടിരിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഈ ബിസിനസിനെ പല ആളുകളും ഏറ്റെടുക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് 5 ലക്ഷം രൂപ സാലറി ഉള്ള ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്നിടത്തോളം കാലം ആ വരുമാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ കിട്ടും, അദ്ദേഹത്തിന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ വീട്ടിലുമായിട്ട് കിട്ടും. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും ആ വരുമാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ കിട്ടത്തില്ല. അദ്ദേഹത്തിന്റെ സാലറി അവിടെ മുടങ്ങും. വയ്യാതെ വന്നാലോ, എല്ലാം ലീവ് എടുക്കേണ്ട സാഹചര്യം വന്നാലോ എല്ലാം എന്ത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഉറപ്പായിട്ടും ആ വരുമാനം മുടങ്ങും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് എന്താണെന്നൊന്ന് പഠിക്കാൻ സാധാരണക്കാർ കേൾക്കുന്ന സമയത്ത് ഇത് വെറും എന്ത് പറയുന്നേ, ഇത് അങ്ങനാണ് ഇങ്ങനാണ്, ഇത് ആടാണ് തേക്കാണ് മാഞ്ചിയമാണ്, ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണ്, അങ്ങനാണ് ഇങ്ങനാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറയും, അത് ചിന്തകളുടെ കുഴപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് ആഴത്തിൽ ഇറങ്ങി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നും പഠിക്കാൻ തയ്യാറായാൽ ഉടനെ നമ്മൾ സെലക്ട് ചെയ്തത് നല്ല കമ്പനി നോക്കി അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണെന്ന് സെർച്ച് ചെയ്തിട്ടായിരിക്കും ആളുകൾ പോകാൻ പോകുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കമ്പനി ആയിരിക്കും 100% വിശ്വസിച്ചോളൂ, ബോബി ചെമ്മണ്ണൂറിന്റെ ഫിജി കാർഡ് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ fijiCart.com. ജസ്റ്റ് വിശ്വസിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്, നിയമം അല്ലാതെ തട്ടിക്കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇന്നും മണി ചെയിൻ പോലെയുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഫിജി കാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഇന്ത്യയിൽ അതിശക്തമായ രീതിയിൽ യാതൊരു കുലുക്കവും ഇല്ലാതെ, ഒരുപാട് കാറ്റും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ പെയ്തിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനി. ഉറച്ചു വിശ്വസിക്കുന്ന കാരണം എന്താ, ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. അദ്ദേഹം ചെയ്യുന്ന നന്മ പ്രവർത്തികൾ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ, യാതൊന്നുമില്ല. ഒരു വീട്, സാധാരണ ഒരു കുഞ്ഞു വീട്, കൂലിപ്പണിക്കാരി ഒരു വീടിന് പെയിന്റ് അടിച്ചിട്ടില്ല, പൂശിയിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ അടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചെന്ന് പറഞ്ഞാൽ പോലും, അവർക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോലും അവർ ഇതിനെ ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ പണമില്ലാത്തതിന്റെ പേരിൽ തലതാഴ്ത്തി മടുത്തു, കല്യാണം വരുമ്പോഴും പാലുകാച്ച് വരുമ്പോഴും ചിട്ടി അടയ്ക്കാനും ലോൺ അടയ്ക്കാനും കടം മേടിക്കേണ്ട സാഹചര്യം, അസുഖം വന്നാൽ കടം മേടിക്കേണ്ട സാഹചര്യം, ഇതൊക്കെ മടുത്തു, എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, എന്റെ കുടുംബം ഇങ്ങനെ പോയാൽ പോരാ, എന്റെ മക്കൾ ഇങ്ങനെ പോയാൽ പോരാ, അവർക്കൊക്കെ നല്ല ഒരു ലൈഫ് എനിക്ക് നേടിക്കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ മാറി ചിന്തിക്കും. കഴിഞ്ഞ 5 വർഷവും 10 വർഷമായിട്ടും ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് കടം മാത്രമേ ഉള്ളൂ മിച്ചം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല, വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്ന് അന്നേരവും ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതകാലം മൊത്തം അവർ അങ്ങനെ തന്നെ ഇരുന്ന്
ജീവിച്ച് മരിക്കും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയാ പോരാന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കും. ഉറപ്പായിട്ടും മാറ്റം. ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിട്ട് നിന്ന ഞാൻ ഇന്ന് വാങ്ങുന്ന വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. 6,80,000 രൂപ വരെ വാങ്ങിയിട്ടുള്ള മാസങ്ങളുണ്ട്. എന്നാലോചിച്ച് നോക്കെ. ഇനി അടുത്ത ഒരു ഞാൻ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്കാണ് എനിക്ക് എത്താനുള്ളത്. ആ റാങ്കിലേക്ക് എത്തുന്ന സമയം എത്തുന്നതിന് ചിലപ്പോൾ 1 വർഷം എടുക്കുമായിരിക്കും, ചിലപ്പോൾ 1.5 വർഷം എടുക്കുമായിരിക്കും. അതിൽ കൂടുതൽ സമയം വേണ്ട. 1 വർഷം കൂട്ടിക്കോ, അല്ലെങ്കിൽ 1.5 വർഷം കൂട്ടിക്കോ, അതിനുള്ളിൽ ഞാൻ അതിലേക്ക് എത്തും. ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 3 കോടി രൂപയ്ക്ക് പുറത്ത് എന്റെ അക്കൗണ്ടിൽ വീണ്ടും എത്തും. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന് എനിക്ക് ഞാൻ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ലെന്നേ. എനിക്കൊരു നല്ലൊരു ടീമുണ്ട്. ആ ടീം വർക്കാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി സാധ്യത ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത്. വെറുതെ അന്വേഷിക്കൂ. പടപ്പനൽ, കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി താലൂക്കിൽ തേവലക്കര പഞ്ചായത്തിൽ പടപ്പന അരുനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, പടപ്പനാൽ അരുനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നതും ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയത് കൊണ്ടല്ലേ എന്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യം വാങ്ങിയ വാഹനം ഹോണ്ട അമേസ് എന്ന് പറയുന്ന വാഹനമാണ്. രണ്ടാമത് വാങ്ങിയ വാഹനം ടാറ്റയുടെ ഹാരിയറ നിലവിലുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് വാങ്ങിയ വാഹനം MGയുടെ വിങ്സർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഇലക്ട്രിക് വാഹനം കഴിഞ്ഞ ആഴ്ച ആ വണ്ടി ഇടിച്ചു. 2-3 ആഴ്ച മുമ്പ് ആ വാഹനം ഇടിക്കുകയുണ്ടായി. വണ്ടി ഇറങ്ങിയിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ 37,000 കിലോമീറ്ററോളം വണ്ടി ഓടി. ആ സമയമായപ്പോഴത്തേക്ക് വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റ് പറ്റിയപ്പോൾ ആ വണ്ടി ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വണ്ടി പോയി എൻക്വയറി ചെയ്തതാ. അടുത്ത വണ്ടി ഏകദേശം 35 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു പുതിയ വാഹനം ഇറങ്ങുന്നുണ്ട്. ആ വാഹനത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ എൻക്വയറി നടത്തിയിട്ടിരിക്കുക, അതിന്റെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കെ. ഒരു സാധാരണ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ലൈഫിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഏകദേശം ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിൽ 7 വർഷം കൊണ്ട് ചെയ്തിട്ട് എന്ത് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യനും അസാധാരണമായ രീതിയിൽ മാറാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. എന്റെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു സാധാരണക്കാർ സ്വപ്നങ്ങളോടുകൂടി ഞങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നാൽ, നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരാൾ ഞങ്ങളുടെ മുന്നിൽ വന്നാൽ അയാൾക്കത് നേടിക്കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ സുഹൃത്ത് ആരോ നിങ്ങളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിളിച്ച് കേൾക്കാനായിട്ട് നിർബന്ധിച്ച സുഹൃത്ത് ആരോ, ആ സുഹൃത്തിനോടൊപ്പം നിങ്ങളൊന്ന് ചേർന്ന് നിൽക്ക്. ഒരു 6 മാസം അവർക്ക് കൊടുക്ക്. അടുത്ത 6 മാസം കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? 6 മാസം പോയ അര വയസ്സെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന ഒരു സമയമുണ്ടല്ലോ. ആ 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കണ്ടെത്താൻ പറ്റും. മിനിമം ഒരു 50K, ഒരു 50,000 രൂപയ്ക്ക് പുറത്ത് വരുമാനം മേടിക്കുന്ന ലെവലിലേക്ക് 6 മാസം കൊണ്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഒരു വ്യക്തിക്ക് മാറ്റം കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. വിശ്വാസത്തോടുകൂടി വരാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിത്തരാൻ ഞങ്ങൾക്ക് പറ്റും. പ്രവർത്തിക്കാനുള്ള മനസ്സ്, ഏതൊരു ജോലിക്കും കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ 10-1 പ്രാധാന്യം കൊടുത്താൽ പോലും ഫിജി കാർഡിൽ ഒരാൾക്ക് സക്സസ് ആവാൻ പറ്റും. ഒരു മിനിമം ഒരു 5,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു 10,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ജോലി ചെയ്യുന്ന 12 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. 5,000 രൂപ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ആ 12 മണിക്കൂർ ഞാൻ ജോലി ചെയ്യണമെന്ന് പറയത്തില്ല. 5 മണിക്കൂർ ഫിജി കാർഡിന് വേണ്ടിയിട്ട് 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ജോലി ചെയ്താൽ പോലും ഇതൊരു പാർട്ട് ടൈം ജോബായിട്ട് പറയാം. ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ചിന്തിച്ചു നോക്കെ. കമ്പനിയുടെ 3ാമത്തെ റാങ്കിനെ കുറിച്ച് സാറ് പറഞ്ഞു. സാറ് 14 ദിവസം കൊണ്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ 1.5 മാസം കൊണ്ടാണ് എടുത്തത്. കമ്പനിയുടെ 3ാമത്തെ റാങ്ക് 2000 സെയിൽസ് വോളിയം 20 സെയിൽ മാച്ച് ചെയ്ത 100 സെയിൽസ് വോളിയത്തിന്റെ 20 സെയിൽ മാച്ച് ചെയ്ത കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം സ്റ്റാർട്ട് ചെയ്യും. കമ്പനിയുടെ 13 റാങ്കുകൾ ബ്രേക്ക് ചെയ്യുമ്പോഴല്ല, കമ്പനിയുടെ 3ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് വെറും 20 സെയിൽ, വെറും 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ ഒരാൾ മെനക്കെട്ടിറങ്ങിയ കരു സാറിനെ പോലെ ഒരു പ്രൊഫൈലുള്ള ഒരു വ്യക്തി മെനക്കെട്ടിറങ്ങിയ ഒറ്റ ദിവസം മതി, 2 ദിവസം മതി, അതിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു റാങ്ക് അടിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് പെർഫോമൻസ് ബോണസ് ആയിട്ട് ഒരു 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഉള്ള ഇടയ്ക്കുള്ള ഒരു വരുമാനവും അതിന്റെ കമ്മീഷനോടൊപ്പം ഒരു 20,000 രൂപയ്ക്കകത്തുള്ള വരുമാനം കിട്ടും. അത് ഒരു എന്താ പറയുന്നത്, ഒരു 2 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സെയിൽസ് മാനേജർ ആയതിനു ശേഷം 2 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30,000 രൂപ മുതൽ 50,000 രൂപ വരെ വാങ്ങിക്കാൻ സാധിക്കും. ഒരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് മുതൽ, ഒരു 3ാമത്തെ റാങ്ക് മുതൽ, 3ാമത്തെ പൊസിഷൻ മുതൽ. ഓരോ റാങ്കുകൾ കടന്നു വരുമ്പോഴും നമ്മൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകളും വ്യത്യാസങ്ങളും ഉണ്ടാവും. നമ്മുടെ വരുമാനത്തിൽ വ്യത്യാസങ്ങളും ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവന് 2,000 രൂപ വരുമാനം മേടിച്ചു കൊടുത്താൽ നമുക്കും 2,000 രൂപ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ആ 2,000 രൂപ വരുമാനം മേടിച്ചു കൊടുക്കാൻ ഉറപ്പായിട്ടും കുറെ ആളുകളുണ്ടാവും. ഈ ബിസിനസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്ന് പഠിച്ചാൽ മാത്രം മതി.
വേറൊന്നും വേണ്ട. 10ാം ക്ലാസ് തോറ്റുപോയ എന്നെ കൊണ്ട് പറ്റി, എഞ്ചിനീയറായ കനകൻ സാറിനെ കൊണ്ട് പറ്റി, വീട്ടമ്മയായ ലീന മേഡത്തെ കൊണ്ട് പറ്റി, തയ്യൽക്കാരിയായിരുന്ന ലീന മേഡത്തെ കൊണ്ട് പറ്റി. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചയോളം കാലം ഞാൻ ദുബൈയിലായിരുന്നു. ദുബൈയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനു സാറിനെ പോലെ ഫാമിലി അവിടെ ആയതുകൊണ്ട് പോയതല്ല. ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി തന്ന ഒരു ദുബായ് ട്രിപ്പ്, ഒരു ടൂറ്. ആ ടൂറ് ഞാൻ പോകുന്ന സമയത്ത് 4ാമത്തെ ടൂറാണ് ഞാനിപ്പോ ഫിജി കാർഡിലൂടെ പോകുന്നത്, വിദേശ രാജ്യം പോകുന്നു, 4ാമത്തെ. ഈ പ്രാവശ്യം ടൂർ പോയ സമയത്ത് എനിക്ക് ഇരട്ടി മധുരമായിരുന്നു. ഇരട്ടി മധുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം ടൂർ പോയപ്പോ ഞാൻ എന്റെ അമ്മയും അപ്പനെയും കൊണ്ടാ പോയത്. 73 വയസ്സുള്ള എന്റെ അപ്പനും 68ഓളം വയസ്സുള്ള എന്റെ അമ്മയും കൊണ്ടാ ഞാൻ പോയത്. അപ്പൊ ഒന്നാലോചിച്ച്, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ പഞ്ചായത്ത് വിട്ട് പുറത്ത് യാത്ര ചെയ്യുന്ന എന്റെ അമ്മയും അപ്പനും. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കല്യാണോ പാലുകാച്ചോ വരണോ എന്റെ പഞ്ചായത്തോ ജില്ലയോ വിട്ട് പുറത്ത് പോകണമെങ്കിൽ എന്റെ അമ്മയ്ക്കും അപ്പനും. അല്ലാതെ എന്നൊന്നും അതൊന്നും ഇല്ലല്ലോ. അല്ലാതെ ഒരു ടൂർ എന്ന് പറയുന്ന സ്വപ്നമോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു സംഭവം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല. ജീവിതകാലം മൊത്തം എന്റെ അപ്പൻ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ അമ്മ കയറി പിരിക്കാൻ പോവാ, ജീവിതകാലം മൊത്തം കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുള്ളത്. എന്തുവാ? കടം തീർക്കണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ നല്ല രീതിയിലാക്കണം. എന്താ പറയുന്നേ, മക്കളെല്ലാം നല്ല ഇതായതുകൊണ്ട് എല്ലാം തലതിരിഞ്ഞു പോയി. അതിൽ ഏറ്റവും കൂടുതൽ തലതിരിഞ്ഞു പോയത് ഞാനാ. മുടിയനായ പുത്രനെന്ന് പേര് കേട്ടു. ഒരുപാട് എന്താ പറയുന്നേ, പേര് ദോഷങ്ങളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. തല്ലിപ്പൊളി എന്നുള്ള പട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ തന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര് അംഗീകരിക്കുന്ന തലത്തിലേക്ക്, ഒരുപാട് പേരുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ കണ്ടെത്തി. ഇന്ന് സന്തോഷപൂർവ്വം പറയട്ടെ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനോടൊപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ കാണാനും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ, ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നിന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനും അദ്ദേഹത്തിനോടൊപ്പം ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാനുമുള്ള അവസരമുണ്ട്. ഇതിനെല്ലാം പുറമെ ഇപ്പൊ നമ്മുടെ പുതിയതായിട്ട് വന്നേക്കുന്നത്, നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എനിക്കറിയത്തില്ല, കമ്പനിയുടെ ഗോൾഡ്, ചെമ്മണ്ണൂറിന്റെ ഗോൾഡ് EMI വ്യവസ്ഥയിൽ ഫിജി കാർഡ് വഴി കൊടുക്കുന്നു. പോയിന്റോടുകൂടി EMI വ്യവസ്ഥയിൽ മാസ അടവോടുകൂടി നമുക്ക് കടം വാങ്ങിക്കാൻ സാധിക്കും. ഓൾറെഡി ഇന്നലത്തെ ദിവസം അത് നമ്മുടെ സൈറ്റിൽ ആഡായി. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇന്നലത്തെ ദിവസമാണ് സൈറ്റിൽ ആഡാവുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് ഗോൾഡ് വാങ്ങാൻ, ഇന്നത്തെ വില വെച്ച് ഗോൾഡ് വാങ്ങാൻ സാധാരണക്കാരന് പറ്റൂല്ലോ എന്ന് ചിന്തിച്ചു നോക്കെ. പറ്റത്തില്ല. ഗോൾഡ് ജ്വല്ലറിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ബോച്ചെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കടമായിട്ട് ഗോൾഡ് തരാം ഫിജി കാർഡ് വഴി, നിങ്ങൾ ധൈര്യമായിട്ട് വന്നു, കടമായിട്ട് ഗോൾഡ് തരാമെന്ന്, മാസങ്ങളായിട്ട് അടച്ചു തീർത്താൽ മതി. എന്തെല്ലാം പ്രോഡക്റ്റുകളാണെന്നറിയോ ഫിജി കാർഡിൽ വരാൻ പോകുന്ന? വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വരും ദിവസങ്ങളിൽ ഫിജി കാർഡ് വഴി ഓരോ ദിവസം പുതിയ പ്രോഡക്റ്റുകളായിട്ട് ആഡ് ചെയ്യാൻ പോവാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ട്. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാം. ആരും ഒന്നും പറയത്തില്ല, ആർക്കും ഒന്നും നഷ്ടമില്ല, ഒരു നഷ്ടങ്ങളും ഇല്ലാത്ത ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇന്ന് കടന്നു വരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളെ ബിസിനസ് കേൾപ്പിച്ച വ്യക്തി ആരാണോ ആ വ്യക്തി എടുത്ത് ചോദിക്ക്. ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് കയറിയ വ്യക്തി ഒരു സംഭവം പറഞ്ഞല്ലോ, ഒരു മലേഷ്യൻ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. വെറും 6 സെയിൽ മാച്ച് ചെയ്താൽ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ കിട്ടും. ആ ഓൺലൈൻ സ്റ്റോറിന് 2 ഫ്രാഞ്ചൈസി ഉണ്ടാവും. 2 A എന്നും B എന്നും നിങ്ങളുടെ ഇഷ്ടമുള്ള പേരുകൾ കൊടുത്ത ആ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് വിളിക്കാം. A എന്നും B എന്ന് പറഞ്ഞ 2 ഫ്രാഞ്ചൈസി ഉണ്ടാവും. ആ 2 ഫ്രാഞ്ചൈസിയിലും 6 സെയിൽ വീതം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, നിങ്ങളെ അതിന് സഹായിക്കാൻ ആളുകളുണ്ടാവും, കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകളുണ്ടാവും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സ് മാത്രം മതി. എന്റെ സുഹൃത്താണ്, ഇദ്ദേഹത്തിന് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നുള്ള കാര്യം മാത്രം ഒന്ന് ചെയ്ത് അവരോടൊപ്പം ഒന്ന് ചെന്നാൽ മാത്രം മതി, സംസാരിക്കാൻ നിങ്ങളോടൊപ്പം ആള് വരും. 6 സെയിൽ മാച്ച് ചെയ്ത ഒരു മലേഷ്യൻ ട്രിപ്പ്, 4 ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് മലേഷ്യയിൽ പോയി ടൂർ, എന്താ പറയുന്നത്, 5 സ്റ്റാർ റിസോർട്ടിലായിരിക്കും, 5 സ്റ്റാർ ഹോട്ടലുകളിലായിരിക്കും കേട്ടോ താമസിക്കുന്നത്. ചെറിയൊരു സെറ്റപ്പ് ഒന്നും അല്ല ഫിജി കാർഡ് ഇരുന്ന, ഹൈ ലെവൽ സെറ്റപ്പുകളാണ് ഫിജി കാർഡ് ഇരുന്നത്. ഞാൻ 4 തവണ അനുഭവിച്ച വ്യക്തിയാണ്. 4 തവണ അനുഭവിച്ച വ്യക്തി. ഈ പ്രാവശ്യം എന്റെ കൂടെ 73 വയസ്സുള്ള ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. എന്റെ 73 വയസ്സുള്ള എന്റെ അപ്പൻ ഉണ്ടായിരുന്നു. 68 വയസ്സുള്ള എന്റെ അമ്മ ഉണ്ടായിരുന്നു. അതേ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം പുറമെ ഏറ്റവും വലിയ സന്തോഷം, ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു മേഡം, ബിന്ദു എന്നാണ് മേഡത്തിന്റെ പേരെന്ന് തോന്നുന്നു. നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് വിദേശ രാജ്യം പോകുന്നതിന്റെ എക്സ്പീരിയൻസ് ദുബൈയിൽ. ഒന്ന് ആലോചിച്ച് നോക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതും ജീവിതത്തിൽ ആദ്യമായിട്ട് കാറിൽ കയറുന്നതും ഒക്കെ ഫിജി കാർഡ് വഴിയാണെന്ന് ആ മേഡത്തിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി. എവിടുന്നൊക്കെയാണ് ഫിജി കാർഡിൽ ആളുകൾ സക്സസ് ആയി മാറുന്നത്? ഡിയർ ഫ്രണ്ട്സ്, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കേട്ട ഈ ഓപ്പർച്യൂണിറ്റിക്ക് വലിയ സാധ്യതയുണ്ട്. വിശ്വസിക്കുക.
എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നു എന്ന് പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചോ. അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച വ്യക്തിയുടെ അക്കൗണ്ടിൽ വരുമാനം കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് പ്രസന്റേഷൻ പറഞ്ഞു തന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ വരുമാനം കയറുന്നുണ്ടോ എന്ന് നോക്ക്. അതിന് അവരെന്ത് ജോലിയാ ചെയ്തതെന്ന് അന്വേഷിക്കുക. ആ ജോലി തന്നെ നിങ്ങൾ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല ഡിയർ ഫ്രണ്ട്സ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ കേട്ടത്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വലിയ മനുഷ്യന്റെ കമ്പനിയാ ഫിജിക്കാർട്ട്. ധൈര്യം, വേറെ ഒന്നും ചിന്തിക്കേണ്ട. വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് എന്താ നഷ്ടപ്പെടാനുള്ളതെന്ന് ഞാനൊക്കെ ചിന്തിച്ചതോടൊക്കെ എന്താ നഷ്ടപ്പെടാൻ, മുടക്കിയ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടി. ഇനി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കട്ടെ. എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാലും അടുത്ത 2, 3, 4 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കത്തില്ല. ഒരു കോടീശ്വരനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു കോടീശ്വരനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് 1 കോടി എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റത്തില്ല. 1 കോടി മാത്രമേ സ്വപ്നം കാണാൻ പറ്റത്തുള്ളൂ. ഒറ്റ കോടി ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന 1 കോടി. അല്ലാതെ ഓണത്തിന് പോലും 1 കോടി മേടിച്ചു തരാൻ ഒരാൾ പോലും കാണത്തില്ല. അപ്പം തീർച്ചയായിട്ടും എന്നെ പോലൊരു സാധാരണ മനുഷ്യൻ ഇന്ന് 1,70,00,000 രൂപയ്ക്ക് പുറത്ത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് വാങ്ങിക്കുന്നത് നിങ്ങൾ ഓൺലൈൻ വഴി കാണും, അല്ലെങ്കിൽ നേരിട്ട് കാണും. ഫിജിക്കാർട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് കാണും. അതൊരു വലിയ വേദിയിൽ വെച്ചായിരിക്കും ബോച്ചെ തരുന്നത്, കാണും. തീർച്ചയായിട്ടും അത് സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം. വിശ്വസിക്കാം. ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു പോവാം. ഞാൻ കനുസാറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. നമ്മൾ പണമില്ലാത്തതിന്റെ പേരിൽ ആരുടെയെങ്കിലും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പണമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ വീട്ടുകാർ, അപ്പനും അമ്മയും അടക്കമുള്ള ആളുകൾ ആരുടെയെങ്കിലും മുന്നിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു കളിയാക്കലിന്റെ ഒരു വേദന നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അത് ഇനി ഒരിക്കലും ഉണ്ടാകരുത്. എനിക്കുണ്ടായി എന്റെ മക്കൾക്ക് ഉണ്ടാകരുതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്റെ കുടുംബത്തിൽ ഇനി ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ഏറ്റെടുക്കുക. ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ ഏറ്റെടുക്കുക. ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തയ്യാറാവും. ഉറപ്പായിട്ടും കഷ്ടപ്പാടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കഷ്ടപ്പാടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാ ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. അത്രത്തോളം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ജോബ് യോഹന്നാൻ എന്നാണ് എന്റെ പേരെന്ന് ഞാൻ പറഞ്ഞു. എന്റെ സ്വദേശം കരുനാപ്പള്ളിയാണെന്ന് പറഞ്ഞു. ഈ ഒരു സാധാരണ പഞ്ചായത്ത് ഏരിയയിൽ നിന്ന്, ഒരു വില്ലേജ് ഏരിയയിൽ നിന്ന് വന്നിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ 12ാമത്തെ പൊസിഷൻ കവർ ചെയ്ത് ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് വാങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേ അവസരം തന്നെയാണ് കേട്ടത്. ഞാൻ 7 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടു, നിങ്ങൾ ഇപ്പൊ കേട്ടു. ഒരു 4, 5 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള വലിയ മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതോടൊക്കെ ഏതെങ്കിലും ഒരു വേദിയിൽ നിന്ന് വലിയ എക്സ്പീരിയൻസുകൾ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് ഫിജിക്കാർട്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. സാറ് പറഞ്ഞ മാതിരി എനിക്കും ഇതുപോലൊരു 50 ലക്ഷം കാർ ഫണ്ട് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കനൽ സാർ ഇന്നിവിടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു. അതിമനോഹരമായിട്ടാണെന്ന് ഞാൻ പറയുന്നു. പിന്നും ഞാൻ എടുത്തു പറയുന്നു. അതുപോലെ എനിക്ക് ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത് കേട്ടിരുന്ന